ലൈവിൽ സിജോയും സായും ഇപ്പോൾ പണപ്പെട്ടിയുടെ കാര്യമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 50,000 വന്നാലും ചുമ്മാ ഞാനതങ്ങ് എടുത്തുകൊണ്ട് പോകും എന്നുള്ള രീതിയിലൊക്കെയാണ് സായി സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 50,000 ഒക്കെ കൊണ്ടുപോയിട്ട് എന്താണ് കാര്യം എന്ന് സിജോ ചോദിക്കുന്നുണ്ട്. ചുമ്മാ ഈ ഒരു ഇതിൽ ടിക്കറ്റ് ഫിനാലെ ഒരാൾക്ക് കിട്ടി, അതാണ് ഒരാളുടെ പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ പണപ്പെട്ടി എടുക്കുന്ന ഒരാളുടെ പേര് അറിയപ്പെടും. അപ്പോൾ അതിനുവേണ്ടിയാണ് പണപ്പെട്ടി എടുക്കണേ എന്നുള്ള രീതിയിലാണ് സായി സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ ടൈറ്റിൽ വിന്നറാണ്. അപ്പോൾ അതൊരാൾക്ക് എന്തായാലും ആവാൻ പറ്റുള്ളൂ. പിന്നെ 2, 3, 4, 5 സ്ഥാനത്തിനൊന്നും ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല. അതൊന്നും ആരും പറയാനും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പണപ്പെട്ടി എടുക്കാമെന്ന് വിചാരിക്കുകയാണെന്നൊക്കെ പറയും. അപ്പോൾ സിജോ പറയുന്നുണ്ട്, ആദ്യം തന്നെ ഇടുക്കരുത് ഓടിപ്പോയിട്ട് എന്തായാലും കുറച്ച് വച്ച് കഴിയുമ്പോൾ ഇവിടെ ഉള്ളവർ ഇടുക്കുമോ, ഇവരൊക്കെ മനസ്സിൽ എന്താണ് പണം കാണുമ്പോൾ എല്ലാവരുടെയും തനിനിറം പുറത്തു വരും. അപ്പോൾ അതൊക്കെ വന്ന് ഇവർ പോയിട്ട് എടുക്കണോ വേണ്ടേ എന്നൊക്കെയുള്ള ഡിസ്കഷനൊക്കെ നടത്തട്ടെ, എന്നിട്ട് പിന്നെ എടുത്താൽ മതി എന്നൊക്കെ സായിയോട് പറയുന്നുണ്ടായിരുന്നു സിജോ. പണം വന്നു കഴിയുമ്പോൾ മാത്രമാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ടോപ്പ് 1, 2 ഒക്കെ ആവുന്നൊക്കെ പറഞ്ഞ് കപ്പെടുക്കുന്നൊക്കെ പറഞ്ഞ് ഇരിക്കണവരുടെ മനസ്സിൽ എന്താണെന്ന് ശരിക്കും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ വീക്കാണെന്ന് അവർക്ക് തന്നെ തോന്നും. അപ്പോൾ അവർ പണം എടുക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് സിജോ സംസാരിക്കുന്നത്. മിഡ് വീക്ക് വിഷം വെച്ച് സായിനെ പുറത്താക്കി കഴിഞ്ഞിട്ട് മതിയായിരുന്നു പണപ്പെട്ടി വരുന്നത്. എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട. സായി ചുമ്മാ ഒരാളാവാൻ വേണ്ടി കിടന്ന് കേൾപ്പിക്കുന്നതാണോ ഇതൊക്കെ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?